ഈ വീഡിയോയിൽ നമ്മൾ മെഷീൻ ലേണിങ്ങിലെ ലോസ് ഫംഗ്ഷൻ, അതായത് സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ വരുന്നൊരു ഭാഗമാണ് ലോസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ മൊഡ്യൂളിൻ്റെ ഏറെക്കുറെ ലാസ്റ്റ് പോർഷനാണ്. ഇനി ഒരു മെട്രിക്സ് മെത്തേഡ് എന്ന് പറയുന്നൊരു പോർഷൻ കൂടെ ഉണ്ട്. ഇതിലും കുറച്ച് പ്രോബ്ലംസ് ഇതിലും വരുന്നുണ്ട്, അവിടെയും വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ജസ്റ്റ് അൽഗോരിതം വരെ എങ്ങനെ ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വരെ എന്ന് നമുക്ക് ജസ്റ്റ് പറയാം. അതിനുശേഷം നമുക്ക് പ്രോബ്ലത്തിലേക്ക് ഇടാം. കുറച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നതല്ലേ നല്ലത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ, നമ്മൾ സൂപ്പർവൈസ്ഡ് മോഡൽ എന്ന് പറയുമ്പം നമ്മൾ കുറേ ഡേറ്റാസ് നമ്മുടെ മോഡലിന് കൊടുക്കുന്നുണ്ട്. ആ ഡേറ്റ വെച്ച് നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു മോഡൽ ഉണ്ടാക്കി അതിൽ നമ്മൾ പ്രിഡിക്ഷൻ നടത്തുവാണ്. അത് നമുക്ക് എന്താ ശരിക്കും കിട്ടേണ്ടത്? നമ്മൾ പ്രിഡിക്റ്റ് ചെയ്ത വാല്യൂവും നമുക്ക് കിട്ടുന്ന ആക്ച്വൽ വാല്യൂവും സെയിം ആയിരിക്കണം. അതായത് അവർ തമ്മിൽ അധികം ഡിഫറൻസ് ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ 1 കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഈക്വൽ ടു 1 ആവണം. അങ്ങനെ, അതായത് എറർ കുറവായിരിക്കണം. ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ലോസ് ഫംഗ്ഷൻ. കാരണം എറർ കുറവാണല്ലേ നമ്മുടെ മോഡലിൽ നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആക്ച്വൽ വാല്യൂവും പ്രെഡിക്റ്റഡ് ഔട്ട്പുട്ടും തമ്മിൽ കമ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ലോസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇതൊരു ഫീഡ്ബാക്ക് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ആക്ച്വൽ ഔട്ട്പുട്ടിൻ്റെയും പ്രെഡിക്റ്റഡ് ഔട്ട്പുട്ടിൻ്റെയും ഡിഫറൻസിനെയാണ് നമ്മൾ ലോസ് എന്ന് പറയുന്നത്. അതേപോലെ റിഗ്രഷൻ ലോസ് ഉണ്ട്. റിഗ്രഷൻ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മീൻ സ്ക്വയർഡ് എററിനെയാണ് റിഗ്രഷൻ ലോസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫോർമുലയാണ് നമ്മളവിടെ സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്നത്. മീൻ സ്ക്വയർഡ് എറർ ഈസ് ഈക്വൽ ടു 1/n ഇൻറ്റു സമ്മേഷൻ ഓഫ് i ഈക്വൽ ടു 1 to n yi മൈനസ് yi ക്യാപ് ദ ഹോൾ സ്ക്വയർ. 1/n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n എന്താണ്? നമ്മുടെ ഡേറ്റ പോയിൻറ്റ്സിൻ്റെ നമ്പറിനെയാണ് നമ്മൾ n എന്ന് കൊടുക്കുന്നത്. സമ്മേഷൻ അറിയാമല്ലോ, നമുക്ക് കിട്ടുന്ന വാല്യൂസിൻ്റെ സമ്മേഷൻ. പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആയിക്കോളും. yi എന്ന് പറയുന്നത് നമ്മുടെ ആക്ച്വൽ വാല്യൂ, നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടിയിരിക്കുന്ന ആക്ച്വൽ വാല്യൂവിനെയാണ് നമ്മൾ yi എന്ന് പറയുന്നത്. yi ക്യാപ്പ് എന്ന് പറയുന്നത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത വാല്യൂവിനെയാണ് yi ക്യാപ്പ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഒപ്റ്റിമൈസേഷൻ? നമ്മുടെ ലോസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും അത് കൂടുതലാണെങ്കിൽ നമ്മുടെ മോഡൽ എന്ത് ചെയ്യും? അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അല്ലേ? കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ എറർ, നമ്മുടെ ഡിഫറൻസ് ഏറ്റവും കുറഞ്ഞിരിക്കണം, എന്നാലേ അതൊരു ബെറ്റർ മോഡലാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ പാരാമീറ്റർ വാല്യൂവിനെ ലോസിൽ നിന്ന് മിനിമൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടി ഓഫ് ദ മോഡലിനെയാണ് നമ്മൾ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ മോഡലിൽ നമ്മുടെ എററിനെ റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നതിനെയാണ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ഗ്രേഡിയൻറ്റ് ഡിസെൻറ്റ്. നമ്മുടെ ഒപ്റ്റിമൈസേഷൻ അൽഗോരിതത്തിൽ മോസ്റ്റ് വൈഡായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഗ്രേഡിയൻറ്റ് ഡിസെൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോഡൽ പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂസ്, അതായത് വെയ്റ്റും ബയാസ് എന്ന് പറഞ്ഞ 2 വാല്യൂസ് ഉണ്ട്, അതിനെ കണ്ടുപിടിച്ച് പ്രഡിക്ഷൻ എറർ മിനിമൈസ് ചെയ്യുന്നതാണ് ഗ്രേഡിയൻറ്റ് ഡിസെൻറ്റിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു റാൻഡം വാല്യൂസ് വെച്ചായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ എററിനെ കുറച്ച് വരിക ചെയ്യുന്നത്. അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കിനും മനസ്സിലാവും. അതുപോലെ തന്നെ ഈ മോഡലിൻ്റെ ക്വാളിറ്റി നമ്മൾ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് കോസ്റ്റ് ഫംഗ്ഷനാണ്. കോസ്റ്റ് ഫംഗ്ഷൻ ഏതാ? നമ്മുടെ മീൻ സ്ക്വയർഡ് എറർ. ഓക്കെ, അപ്പോൾ ഗ്രേഡിയൻറ്റ് ഡിസെൻറ്റിന് നമ്മൾ ചെയ്യുന്ന ഇക്വേഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. WB എന്ന് പറഞ്ഞാൽ ആ സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ അല്ലേ, 1/2m ഇൻറ്റു സമ്മേഷൻ ഓഫ് i ഈക്വൽ ടു m ഇൻറ്റു yi ക്യാപ് മൈനസ് yi ദ ഹോൾ സ്ക്വയർ. ഇവിടെ m എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ട്രെയിനിങ് എക്സാമ്പിൾസ്. നമുക്കിപ്പോൾ കുറച്ച് ഒരു ടേബിളായിട്ടായിരിക്കും ക്വസ്റ്റ്യൻ തരിക. ആ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്ന എക്സാമ്പിൾ എത്ര ഉണ്ടോ അതായിരിക്കും നമ്മൾ m ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഈ ഇക്വേഷൻ എല്ലാം നമുക്ക് പ്രോബ്ലത്തിൽ വേണ്ടതാണ്. ഇനി പാരാമീറ്റർ അപ്ഡേറ്റ് റൂൾ. നമ്മൾ വെയ്റ്റും ബയാസ് എന്ന് പറഞ്ഞ 2 വാല്യൂസ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ, ആ വെയ്റ്റിനെയാണ് നമ്മൾ w എന്ന് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ പാരാമീറ്റർ അപ്ഡേറ്റ് റൂൾ എന്ന് പറയുന്ന പ്രോബ്ലത്തിൽ വരുന്നത് ഒരു സ്റ്റെപ്പാണ്. ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഇപ്പോൾ ഇത്ര മനസ്സിലാക്കിയിരിക്കുക. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് w ഈക്വൽ ടു w മൈനസ് ആൽഫ ഇൻറ്റു ഡോ ജെ ബൈ ഡോ w. ആൽഫ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ലേണിംഗ് റേറ്റ് ആണ്. അത് 0ക്കും 1നും ഇടയ്ക്ക് വരുന്ന വാല്യൂ ആയിരിക്കും. ഇപ്പോൾ നമുക്ക് 0.1 അല്ലെങ്കിൽ 0.01 അങ്ങനെ എന്തെങ്കിലും വാല്യൂസ് എടുക്കാം. അപ്പോൾ ഈ ഡോ ജെ ബൈ ഡോ w എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഗ്രേഡിയൻറ്റ് വിത്ത് റെസ്പെക്ട് ടു വെയ്റ്റ് ആണ്. സെക്കൻഡ് ഇക്വേഷൻ നോക്കിക്കേ, b ഈക്വൽ ടു b മൈനസ് ആൽഫ ഇൻറ്റു ഡോ ജെ ബൈ ഡോ ബി. അവിടെ ഡോ ജെ ബൈ ഡോ ബി എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? ഗ്രേഡിയൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ബയാസ് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഗ്രേഡിയൻറ്റ് കാൽക്കുലേഷന് യൂസ് ചെയ്യുന്ന 2 ഇക്വേഷനാണ്. കാരണം നമ്മൾ നേരത്തെ ഈ ഇക്വേഷനിൽ നോക്കിക്കേ, ഡോ ജെ ബൈ ഡോ w ഡോ ജെ ബൈ ഡോ ബി വേണം. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യണ്ടേ നമ്മൾ? അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഗ്രേഡിയൻറ്റ് വിത്ത് റെസ്പെക്ട് ടു വെയ്റ്റ് ആണെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യും? 1/m ഇൻറ്റു
സമ്മേഷൻ ഓഫ് ഐ ഈക്വൽ ടു 1 to m വൈ ഐ ക്യാപ് മൈനസ് വൈ ഐ ഇൻറ്റു എക്സ് ഐ. ഇവിടെ എക്സ് ഐ എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തരുന്ന ഇൻപുട്ട് വാല്യൂസ് ആയിരിക്കും. വൈ ഐ ക്യാപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പ്രെഡിക്റ്റഡ് വാല്യൂവും വൈ ഐ എന്ന് പറയുന്നത് നമ്മുടെ ആക്ച്വൽ വാല്യൂ ആയിരിക്കും. ഇനി ഗ്രേഡിയൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ബയാസ് ആണെങ്കിലോ 1/m ഇൻറ്റു സമ്മേഷൻ ഓഫ് ഐ ഈക്വൽ ടു 1 to m വൈ ഐ ക്യാപ് മൈനസ് വൈ ഐ. ഇനിയാണ് നമ്മുടെ അൽഗോരിതത്തിലേക്ക് പോകുന്നത്. നോക്കിക്കേ, ആദ്യമേ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഡബ്ല്യുവും ബിയും ഇനിഷ്യലൈസ് ചെയ്യണം. അത് വേണമെങ്കിൽ നമുക്ക് 0 ആയിട്ട് എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും റാൻഡം വാല്യൂസ് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എപ്പോഴും 0 കൊടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ 0 ആയിട്ട് അസ്യൂം ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? കമ്പ്യൂട്ട് പ്രഡിക്ഷൻസ്. വൈ ക്യാപ് ഈക്വൽ ടു ഡബ്ല്യു എക്സ് പ്ലസ് ബി. ഈ ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണല്ലേ, സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി പഠിച്ചിട്ടില്ലേ? ആ സെയിം രീതി തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ പ്രഡിക്ഷൻസിനെ വൈ ക്യാപ് ഈക്വൽ ടു ഡബ്ല്യു എക്സ് പ്ലസ് ബി എന്നുള്ള രീതിയിൽ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യും. ഇങ്ങനെ കമ്പ്യൂട്ട് ചെയ്താണ് നമ്മൾ ഓരോരോ അപ്ഡേഷനും നമ്മൾ കൊണ്ടുപോകുന്നത്. എന്നാലേ അത് നമുക്കിങ്ങനെ മിനിമൈസ് ചെയ്ത് എററിനെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അത് നമുക്ക് പ്രോബ്ലത്തിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് തിയറി ആയിട്ട് പറയുന്നതേ ഉള്ളൂ. ഇവിടെ എം എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ലോപ്പ് ആയിരിക്കും. ഇവിടെ എമ്മിന് പകരം ഡബ്ല്യു ആണ്. അപ്പോൾ ഡബ്ല്യു സ്ലോപ്പും ബി എന്ന് പറയുന്നത് ഇൻ്റർസെപ്റ്റും ആയിരിക്കും. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ കോസ്റ്റ് ഫംഗ്ഷൻ കമ്പ്യൂട്ട് ചെയ്യണം. കോസ്റ്റ് ഫംഗ്ഷൻ ഏതാണ്? നമ്മുടെ മീൻ സ്ക്വയർഡ് എറർ ഇക്വേഷൻ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഡോ ജെ ബൈ ഡോ ഡബ്ല്യുവും ഡോ ജെ ബൈ ഡോ ബിയും നമ്മൾ ഗ്രേഡിയൻസ് കാൽക്കുലേറ്റ് ചെയ്യും. അതിനുശേഷം നമ്മുടെ മറ്റ് അപ്ഡേറ്റ് ഇക്വേഷൻ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ അപ്ഡേറ്റ് ഇക്വേഷൻസ് യൂസ് ചെയ്ത് നമ്മൾ പാരാമീറ്റർ വാല്യൂസിനെ അപ്ഡേറ്റ് ചെയ്യും. ലാസ്റ്റ് എന്ത് ചെയ്യും? നമ്മൾ ഈ 2 to 5 സ്റ്റെപ്സ് നമ്മുടെ കോസ്റ്റ് ഡിക്രീസ് ആവുന്നത് വരെ, അതായത് നമുക്ക് മാക്സിമം എത്രത്തോളം കുറഞ്ഞ് കിട്ടുമോ അത്രയും തവണ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത്രയാണ് അൽഗോരിതം. അടുത്ത വീഡിയോയിൽ നമുക്കൊരു പ്രോബ്ലം സോൾവിങ് നോക്കാം.